എല്ലാവരും കൈകൾ ഉയർത്തു. വോട്ട് ചെയ്യൂ, വോട്ട് ചെയ്യൂ. വന്ദേ മാതരം. വിധി നിർണയ പ്രക്രിയയ്ക്ക് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ ട്രിബ്യൂണലുകളിൽ അപ്പീൽ നൽകാൻ ശ്രമിക്കുന്ന ആളുകളുടെ സർക്കാർ ഓഫീസുകളിലെ നീണ്ട ക്യൂകളെക്കുറിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആളുകളിൽ ഭൂരിഭാഗം പേർക്കും 23-ാം തീയതിയോ 29-ാം തീയതിയോ നടക്കുന്ന വരാനിരിക്കുന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അതിന് കാരണം സംസ്ഥാനത്തെ വോട്ടർ പട്ടിക മരവിപ്പിക്കുന്നതിനുള്ള സമയം നീട്ടി നൽകില്ലെന്ന് സുപ്രീം കോടതി പറയുന്നതുകൊണ്ടാണ്. എന്നിരുന്നാലും ഒരു ട്രിബ്യൂണലിൽ നിന്ന് തന്റെ പേര് ക്ലിയർ ചെയ്ത് വോട്ടർ പട്ടികയിൽ തിരികെ ഇടം നേടാൻ സാധിച്ച ഒരു വ്യക്തിയുണ്ട്. ഓർക്കണം, വെറും ഒരാൾ മാത്രം. ഇപ്പോൾ ആ വ്യക്തി ഒരു പ്രമുഖനാണ്. ഈ സർക്കാർ ഓഫീസുകളിൽ വരികളിൽ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരാളല്ല അദ്ദേഹം. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. യഥാർത്ഥത്തിൽ ഫറാക്ക നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ പേര് മോദാബ് ഷെയ്ഖ് എന്നാണ്. അദ്ദേഹം എന്റെ കൂടെ ഇവിടെയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഏതാനും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. മോദാബ് ജി, ആദ്യം തന്നെ പറയൂ, ഈ നടന്ന മുഴുവൻ പ്രക്രിയയിലും താങ്കളുടെ പേര് എങ്ങനെയാണ് വെട്ടിപ്പോയത്? വോട്ടർ ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് നീക്കം ചെയ്തത്? അതെനിക്ക് പറയാൻ കഴിയില്ല. ആരാണോ സൂക്ഷ്മ പരിശോധന നടത്തിയത് അവർക്കേ അത് പറയാൻ കഴിയൂ. ഇത് പറയാൻ കഴിയും. ഞങ്ങളുടെ ഏത് ഡോക്യുമെന്റ് ആണോ കണ്ടത്, ഞങ്ങളുടെ ട്രിബ്യൂണലിൽ അംഗീകരിച്ച അതേ ഡോക്യുമെന്റ് ആണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് എന്ത് പരിശോധിച്ചു എന്ന് എനിക്കറിയില്ല. എന്ത് തെറ്റ് ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ പേര് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. അതെന്താ ട്രിബ്യൂണലിൽ ചോദിച്ചത് പോലും പറയാൻ കഴിഞ്ഞില്ല. ശരി, അപ്പോൾ ഇത് പറയൂ മോദാബ് ജി. ആദ്യം നിങ്ങളുടെ പേര് വെട്ടിമാറ്റി, പിന്നെ നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി. നിങ്ങളുടെ കേസ് ട്രിബ്യൂണൽ കേൾക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. നിങ്ങൾ എന്തിനാണ് സുപ്രീം കോടതിയിൽ പോയത്? എന്ത് ഉദ്ദേശത്തോടെയാണ് പോയത്? നോക്കൂ, അത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങളുടെ എല്ലാ രേഖകളും ഉണ്ട്. അവർക്ക് പോകേണ്ടത് എനിക്ക് പോകേണ്ടി വന്നു. ആദ്യം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞില്ല ഇത് ഹൈക്കോടതിയുടെ വിഷയമല്ല എന്ന്. സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പിന്നെ അത് ട്രൈബ്യൂണലിന് കൊടുത്തു. ട്രൈബ്യൂണല് പിന്നെ എൻ്റെ മുഴുവൻ ഡോക്യുമെന്റ് നോക്കി. പിന്നെ ഏകദേശം 191 പേജുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടായി. 191 പേജുള്ള ഡോക്യുമെന്റ് ആയിരുന്നു. ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ മുഴുവൻ കേസും ചേർത്ത് ഡോക്യുമെന്റും ആധാറും അങ്ങനെയുള്ളതെല്ലാം കൂടി മൊത്തം 191 പേജ് ഉണ്ടായിരുന്നു. നിങ്ങൾ ട്രൈബ്യൂണലിൽ പോയപ്പോൾ അവിടെ എന്തായിരുന്നു പ്രോസസ്സ്? ഞങ്ങളുടെ പ്രേക്ഷകർ ഇത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം ട്രൈബ്യൂണൽ ക്ലിയർ ചെയ്ത ആദ്യത്തെ വ്യക്തി നിങ്ങളാണ്. എന്തായിരുന്നു പ്രോസസ്സ്? എത്ര സമയമെടുത്തു? ഏത് തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ആയിരുന്നു? കുറച്ച് വിശദമായി പറയൂ. ഏകദേശം 1 മണിക്കൂർ. അതായത് മുഴുവൻ പേപ്പറും ചെക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും വലിയ കാര്യം, അതായത് ബംഗാളിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അതിൽ ആധാർ കാർഡിന് അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നതാണ്. നോക്കൂ, 2ാമത്തെ പേജിൽ അതിൽ എഴുതിയിട്ടുണ്ട് ആധാർ കാർഡിന് അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങളും ഇതിന് സന്തോഷവാന്മാരാണ്. ഞങ്ങളുടെ കാര്യത്തിൽ പേര് ലിസ്റ്റിൽ കയറി. പക്ഷേ പൊതുജനങ്ങൾക്കും ഇതിൽ വലിയ പ്രയോജനമുണ്ട്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ നോമിനേഷനും ഫയൽ ചെയ്തിട്ടുണ്ടാകും. ഈ മുഴുവൻ പ്രക്രിയയെക്കുറിച്ചും നിങ്ങൾ എന്ത് കരുതുന്നു? നോക്കൂ, നിങ്ങളൊരു സ്വാധീനമുള്ള വ്യക്തിയാണ്. നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ്. നിങ്ങളൊരു പക്ഷേ ഒരു കോൺട്രാക്ടർ കൂടിയാണ്. നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോകാൻ കഴിഞ്ഞു. അതിനുശേഷം ട്രൈബ്യൂണൽ നിങ്ങളുടെ കേസ് കേട്ടു. നിങ്ങളുടെ പിന്നിലുള്ള ഈ ആളുകൾ, ഇവർക്കൊരു പക്ഷേ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ പ്രക്രിയ ചെയ്യാൻ കഴിഞ്ഞേക്കില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? ഞങ്ങൾ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു 4 or 5 അതായത് അങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. സഹായിക്കാൻ എത്രമാത്രം ശ്രമിക്കാൻ കഴിയുമോ അത്രയും നമ്മൾ ശ്രമിക്കും. നിങ്ങൾ ഈ മുഴുവൻ പ്രക്രിയയും ചെയ്തിട്ടുണ്ട്. മുഴുവൻ പ്രോസസ്സും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരാൾക്ക് താനൊരു വോട്ടറാണെന്നോ അല്ലെങ്കിൽ തന്റെ ഐഡന്റിറ്റി ശരിയാണെന്നോ തെളിയിക്കുന്നത് എത്ര എളുപ്പമാണ് അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്? നിങ്ങൾ മുഴുവൻ പ്രക്രിയയും കണ്ടതാണ്. നിങ്ങൾക്ക് തന്നെ ഇത് സംഭവിച്ചതാണ്. നോക്കൂ, ഇതിലൊരു പ്രശ്നമുള്ള കാര്യമില്ല. ഏറ്റവും വലിയ കാര്യം ആരാണോ ഇത് പരിശോധിക്കുന്നത്, സൂക്ഷ്മ പരിശോധന നടത്തുന്നത്, അയാളുടെ ആഗ്രഹം എന്താണ് എന്നതാണ്. അത് ആഗ്രഹത്തിനനുസരിച്ചുള്ള ഡിമാൻഡാണ്. അതുകൊണ്ട് വോട്ടർ കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് അംഗീകാരമുള്ളതൊക്കെ എല്ലാവരുടെ കയ്യിലുമുണ്ട്. അതുണ്ടായിരുന്നിട്ടും വീണ്ടും സൂക്ഷ്മ പരിശോധനയിൽ പരാജയപ്പെടുന്നു. താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഉദ്ദേശത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? അതായത് താങ്കൾ പറയുന്നത് സൂക്ഷ്മ പരിശോധന നടത്തുന്നയാളുടെ ഉദ്ദേശത്തെ ആശ്രയിച്ചിരിക്കും എന്നാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത്? ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ നോക്കൂ. എന്റെ എല്ലാ രേഖകളും ഉണ്ടായിരുന്നിട്ടും എന്റെ പേര് ഡിലീറ്റ് ചെയ്യാനുള്ള ലിസ്റ്റിൽ നൽകി. മറ്റുള്ള സാധാരണക്കാരുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. താങ്കൾ ഇദ്ദേഹത്തിന്റെ മകനാണ്. താങ്കളുടെ പേരെന്താണ്? ബൈത്തുൽ ഷെയ്ഖ്. ശരി, ഈ ട്രിബ്യൂണലിന്റെ നടപടിക്രമം എങ്ങനെയാണ് നടന്നതെന്ന് താങ്കൾ കുറച്ചുകൂടി വിശദമായി പറയൂ. നോക്കൂ, ആദ്യം തന്നെ SIക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടായിരുന്ന എല്ലാ ഡോക്യുമെന്റും കൊടുത്തിരുന്നു. അതിലുണ്ടായിരുന്ന 11 ഡോക്യുമെന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പാസ്പോർട്ടായിരുന്നു. അപ്പോൾ അച്ഛന്റെ പാസ്പോർട്ട് ഞങ്ങൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അത് അഡ്ജുഡിക്കേഷനിൽ വന്നു. അഡ്ജുഡിക്കേഷന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ BLO ഓഫീസിൽ പോയി. അവിടെ വീണ്ടും ഡോക്യുമെന്റ്സ് സമർപ്പിച്ചു. അവരെന്തൊക്കെയാണോ പറഞ്ഞത് ആ എല്ലാ ഡോക്യുമെന്റ്സും കൊടുത്തു. പിന്നെ വന്ന സപ്ലിമെന്ററി ലിസ്റ്റ് എലിജിബിൾ അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ എന്നുള്ളതായിരുന്നു. അത് 28-ാം തീയതി വൈകുന്നേരം മാർച്ച് 28-ന് കാൻഡിഡേറ്റിനെ അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് അച്ഛൻ്റെ പേര് അവിടെ നിന്ന് ഡിലീറ്റായി.
അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുപാട് വിഷമത്തിലായി. എല്ലാ ഡോക്യുമെന്റും ശരിയായിരിക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഇങ്ങനെ അതായത് ചെയ്യാൻ കഴിയും? ഒരു തവണ തെറ്റുപറ്റാം, 2 തവണ എങ്ങനെ തെറ്റുപറ്റും? എന്ത് തരത്തിലുള്ള തെറ്റാണ്? എന്തായിരുന്നു മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ മൊത്തര ഫിറോസ് ആയിരുന്നു. പിന്നെ ഇപ്പോഴത്തെ റീസെന്റ് നെയിം അത് മൊത്തബ് ഷേഖ്. അപ്പോൾ അതിന്റെ അഫിഡേവിറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനുശേഷം പാസ്പോർട്ട് മുതലായവ. എന്റെ സ്കൂൾ രേഖകളുണ്ട്, എന്റെ സഹോദരന്റെ സ്കൂൾ രേഖകളുണ്ട്, ജനന സർട്ടിഫിക്കറ്റ് ആകട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ എല്ലാത്തിലും അച്ഛന്റെ പേര് ശരിയാണ്. അതുപോലെ തന്നെയാണ്. ശരി. അങ്ങനെ സുപ്രീം കോടതിയിൽ പോയതിനു ശേഷം ഹിയറിംഗ് നടന്നു. ഹിയറിംഗിൽ ശരി ഞങ്ങൾ ട്രിബ്യൂണൽ കേസിൽ പോയി ഇത് ചെയ്യാമെന്ന് അവരനുവദിച്ചു. അതിനുശേഷം വീണ്ടും എന്നെ വിളിച്ചു, അച്ഛനെ വിളിച്ചു. എന്നിട്ട് അവർ സംസാരിച്ചു, നിങ്ങളുടെ എല്ലാ രേഖകളും ശരിയാണല്ലോ എന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിങ്ങളുടെ ഓർഡർ ഷീറ്റ് തയ്യാറാക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അച്ഛനെ ഈ രീതിയിൽ കണ്ടു. ഈ പ്രക്രിയയെക്കുറിച്ച് നിങ്ങൾ എന്തു മനസ്സിലാക്കുന്നു? നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ താഴെ സഹായിക്കുന്ന ആളുകൾക്ക് ഇത് ചെയ്തെടുക്കാൻ എത്രത്തോളം എളുപ്പമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്? ഇത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കിത് കാണാം. ഇവര് രാവിലെ മുതൽ വരുന്നവരാണ്. ശരി, അതായത് ഒരു ദിവസം 100, 200, 250 ആളുകൾ വരെ ഇവിടെ വരാറുണ്ട്. എന്നിട്ടും ഞങ്ങൾ ശ്രമിക്കുന്നത് എത്ര ആളുകളെ സഹായിക്കാൻ പറ്റുമോ അത്രയും പേരെ ബാച്ചായി സഹായിക്കാനാണ്. ഇപ്പൊ ഞങ്ങള് ഓരോ മേഖലയിലും സാറിന്റെ ഈ ക്യാമ്പ് സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ആളുകളുടെ എല്ലാം വോട്ടുകളോ പേരുകളോ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ അവർ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവരെ എതിർക്കുന്ന ആളുകളുമുണ്ട്. ഇത് ചെയ്യുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി മാത്രമല്ല, നിരവധി സ്ഥാനാർത്ഥികളോ പല രാഷ്ട്രീയ പാർട്ടികളോ ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് വളരെ ശ്രമകരമായ ഒരു പ്രക്രിയയാണ്. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. നിങ്ങളുടെ പേരും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തോ? അതെ. എന്താണ് താങ്കളുടെ പേര്? ബസർ ഷെയ്ഖ്. നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയൊക്കെ പേരാണ് നീക്കം ചെയ്തത്? എന്റെ അമ്മയുടെ 2002 വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു, എന്നിട്ട് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. എന്തായിരുന്നു കാരണം? എന്തായിരുന്നു കാരണം? ഒരു കാരണവുമില്ല. 2002 വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടല്ലോ, അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് വെട്ടിയത്. എന്റെ അച്ഛൻ്റെത് ശരിയാണെങ്കിൽ ഞങ്ങളുടേതും ശരിയാവണമല്ലോ. അപ്പോൾ എന്റെ അച്ഛൻ്റെത് ശരിയാണല്ലോ. ഞങ്ങള് 4 സഹോദരങ്ങളുടെ പേരേ ഇല്ല. ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഇപ്പോൾ ഞങ്ങൾക്ക് സമർപ്പിക്കാനുണ്ട്. സമർപ്പിക്കണം. അതിനുശേഷമുള്ള നടപടിക്രമം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ശരിയാക്കാൻ വന്നതാണ്. ഇപ്പൊ നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. അതായത് നിങ്ങൾ എങ്ങനെ ട്രൈബ്യൂണലിൽ പോകും, എങ്ങനെ അപ്പീൽ ചെയ്യും, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഞങ്ങൾക്കറിയില്ല. ചേച്ചി, നിങ്ങളുടെ പേര്, സ്വന്തം പേരെന്താണ്? മനുവാല ബേവ. നിങ്ങളുടെ വീട്ടിൽ ആരുടെ പേരാണ് ഡിലീറ്റ് ആയത്? എന്റെ സ്വന്തം. നിങ്ങളുടേത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല. ഞാൻ എല്ലാ ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ട്, വോട്ടും ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ ശരിയാണ്, എല്ലാവരുടേതും ശരിയാണ്. ഇപ്പൊ എന്തിനാണ് വന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പേര് നീക്കം ചെയ്തു എന്ന് എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്? ഈ ബില്ല് ആദ്യം തന്നെ തന്നപ്പോ ഞാൻ ഹിയറിംഗിന് പോയിരുന്നു, എല്ലാം സമർപ്പിച്ചു, പക്ഷെ വന്നില്ല. ഇപ്പൊ എനിക്കതറിയില്ല. ഇനി മുന്നോട്ടുള്ള വഴി എന്താണ്? ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ഇനി അത് ശരിയാക്കിക്കൊള്ളും. ഞങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യണം. ഈ ഇലക്ഷനിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചെയ്യണം, ശരിയാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രദേശത്തു കൂടി കൂടുതൽ സഞ്ചരിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ കഴിയാത്ത ആളുകളുടെ ഇതുപോലുള്ള കഥകൾ എല്ലായിടത്തും കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഈ മുഴുവൻ പ്രക്രിയയിലൂടെയും കടന്നു പോകേണ്ടി വരുന്ന ആളുകളുടെ, ഞാൻ പറഞ്ഞതുപോലെ മിസ്റ്റർ ഷെയ്ഖ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് സുപ്രീം കോടതി വരെ പോകാൻ സാധിച്ചു. എന്നാൽ അദ്ദേഹവും മകനും പറയുന്നത് പോലെ അവർ മറ്റുള്ളവരെയും സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ ആളുകൾക്ക് ഒരുപക്ഷെ ഇത് കൂടുതൽ കഠിനമായ ഒരു കാര്യമാണ്. കാരണം അവർക്ക് ആദ്യം ഈ ഫോമുകൾ പൂരിപ്പിക്കണം, സർക്കാർ ഓഫീസുകളിൽ പോകണം, ഒരു ക്യൂവിൽ നിൽക്കണം, എന്ത് സംഭവിക്കുമെന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. അത് എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അതും ഒരു ഘടകമാണ്. മിസ്റ്ററിന്റെ കാര്യത്തിലെന്ന പോലെ ഷെയ്ഖ് അദ്ദേഹം ഒരു വോട്ടർ പട്ടികയിൽ തിരിച്ചെത്തി. അദ്ദേഹത്തിന് തന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിഞ്ഞു. ഈ ആളുകളിൽ പലരുടെയും കാര്യത്തിൽ ഈ പ്രദേശത്ത് 23-ാം തീയതി നടക്കുന്ന ഈ വോട്ടിന് സമയബന്ധിതമായി അത് സംഭവിച്ചേക്കില്ല. അത് ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ ന്യായം ചർച്ചാ വിഷയമാണ് എന്നാണ്. സുപ്രീം കോടതി പറയുന്നത് അത് കുഴപ്പമില്ല എന്നാണ്. കാരണം വോട്ടർ പട്ടികകൾ ഒരു പ്രത്യേക സമയത്ത് മരവിപ്പിക്കേണ്ടതുണ്ട്. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കാണാൻ രസകരമായിരിക്കും.